വ്യൂവേഴ്സ് ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് മഹാരാഷ്ട്ര അഹമ്മദ്നഗറില് ഫോർട്ട് ഒത്തിരി ഫോർട്ട് ഉണ്ട്. അഹമ്മദ്നഗർ ഫോർട്ട് എന്ന് പറയും. നമുക്ക് അങ്ങോട്ട് പോയി ഫോർട്ട് കണ്ടിട്ട് വരാം. അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മള് അഹമ്മദ്നഗർ ഫോർട്ടില് പോവാ. നമ്മളങ്ങനെ ഫോർട്ട് റോഡിലോട്ട് കയറി. അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് കയറുന്നിടത്താണ് ഫോർട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ രണ്ട് സൈഡിനും രണ്ട് പീരങ്കികൾ വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറി. ഈ ഫോർട്ട് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിൽ നിർമ്മിച്ചിട്ടേക്കുന്നതാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് വലിയ ഉയരത്തിൽ റൗണ്ടിലായിട്ട് നിർമ്മിച്ചിട്ടേക്കുന്നതാണ്. ഇത് അഹമ്മദ്നഗർ സുൽത്താനേറ്റിൻ്റെ ആസ്ഥാനമായിരുന്നു. അപ്പോഴത്തെ ഹുസൈൻ നിസാം ഷാ എന്ന് പറയുന്ന രാജാവായിരുന്നു ഇത് നിർമ്മിച്ചത്. 1553 1565 ഇടയ്ക്ക്. ഇത് പിന്നെ നമ്മൾ ഇത് കറുത്ത കല്ല് വെട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോർട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലോട്ടും പോകാൻ വഴിയുണ്ട്. ആ ഫോർട്ട് മൊത്തം കറങ്ങി കാണാൻ. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും പോകാൻ വഴിയുണ്ട്. എവിടെ നിന്ന് പോയാലും നമുക്ക് തിരിച്ചവിടെ എത്താൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ ഒരു ഫ്ലാഗ് പോസ്റ്റ് കാണാൻ പറ്റും. വിശേഷ ദിവസങ്ങളിലൊക്കെ അവിടെ ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്. അത് ഇന്ത്യൻ ആർമിയിലെ ആൾക്കാരാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവിടെ കയറി നോക്കുമ്പോൾ വെളിയിലോട്ട് ഫോർട്ടിൻ്റെ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ 1803 ഈ ബ്രിട്ടീഷുകാരും മറാത്തക്കാരും തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പോൾ അതിൽ ബ്രിട്ടീഷുകാർ മറാത്തയെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇത് ബ്രിട്ടീഷ് അധീനതയിലായി. ആ സമയത്ത് ഇത് ജയിലായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന സമയത്ത് ഇതൊരു ജയിലായിട്ട് ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇവിടെ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്ത്. പിന്നെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 1947 ആഗസ്റ്റ് 15 വൈകിട്ട് ഈവനിങ്ങിൽ ഇവിടെ ഇൻഡിപെൻഡൻസിൻ്റെ അന്ന് തന്നെ ട്രൈകളർ നമ്മുടെ ദേശീയ പതാക ഉയർത്തിയെന്ന് ഫ്രീഡം ഫൈറ്ററായിരുന്ന ആചാര്യ പണ്ഡിറ്റ് നരേന്ദ്രദേവ് ഉയർത്തിയിരുന്നു. അദ്ദേഹത്തെയും ഇവിടെ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ ആർമിയിലെ ആൾക്കാരാണ്. ഫ്ലാഗ് ഉയർത്തിയായിരുന്നു, പക്ഷെ ഇപ്പം ഫ്ലാഗ് ഇല്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഫ്ലാഗ് ഉയർത്തും. അപ്പം ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ബിങ്കർ നദിയുടെ തീരത്താണ്. അപ്പം ആ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടോട്ട് കയറ്റി നിറച്ചിട്ടിരിക്കുന്നത്. ഈ ഫോർട്ട് ചുറ്റും റൗണ്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് 24 കോട്ടകളുണ്ട്. അതിനകത്ത് ഇങ്ങനെ നമ്മളിപ്പം ഈ കയറിയ പോലെ അതിനകത്ത് 24 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഫോർട്ടിൻ്റെ ബാക്കി ഭാഗം കൂടെ കാണാനായിട്ട് പോകാം. ഇത് 1 ഇനി അങ്ങോട്ട് എത്ര വേണമെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ അങ്ങോട്ട് കറങ്ങി പോകുന്നുണ്ട്. അത് 1 എന്നുള്ള നമ്പറാണ്. ഇതൊക്കെ തോക്ക് വെക്കുന്ന സ്ഥലങ്ങള്. നീ നോക്കി ഇപ്പൊ ഇത്ര നേരം വേറെ കൈമാറ്റ. അയ്യോ നമുക്ക് ഫോർട്ടിന്റെ അങ്ങേ അറ്റത്തോട്ട് നടന്ന് നോക്കാം. എല്ലാം ഇപ്പം നശിച്ച് കിടക്കുക. अभी ये तो क्या वो स्लैंडिंग है, स्लैंडिंग बा यहाँ पर जंप, यहाँ पर ऑफरोडिंग. ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട് തോക്ക് വെക്കാൻ വേണ്ടിയിട്ട്. തോക്കും ബോംബിനൊക്കെ ആയിരിക്കും ഇവിടെയുണ്ട്.
ऊपर चलेगा। ഈ ഹോൾസ് കാണുന്ന എല്ലാം തോക്ക് വെക്കാനുള്ള സ്ഥലങ്ങൾ. ഇത് തൊടല്ലേ അങ്കിത്തെ ബോക്സ്? അഭിയത്തെ തൊടരുത്. अच्छा हुआ मैं ऊपर से आ गया। मेरे को लिटरली पता ही नहीं था कि ऐसा होगा। अरे मेरे को लिटरली पता ही नहीं था कि ऐसा होने वाला है यहाँ पे। मैं तो एकदम ऐसे चढ़ी ऊपर, फिर बाद में अच्छा मैं चढ़ गया। अरे पापा तो कुछ जल्दी आ रहे हैं, पर तेरे पीछे रहना पड़ेगा। हाँ लाइन वाइज सही है ना, इतनी जगह नहीं है इसमें। वैसे कभी डिसेंडिंग ऑर्डर है बड़े से छोटा किसी ने नहीं किया मैं किया ना तो बताया नहीं ना। मैंने वन नहीं था वो यहाँ से था, यहाँ से ये पीछे से പിന്നെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോയി. പിന്നെ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ വലിയൊരു ഗേറ്റ് കാണുന്ന, അത് ഹാത്തി ഗേറ്റ് എന്നാണ് തോന്നുന്നു പറയുന്നത്. അതുവഴി രാജാക്കന്മാരെ ആനകളെ അങ്ങനെയൊക്കെ കൊണ്ടുപോയിരുന്നത്. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഇത് ജയിൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, കല്ലുകൊണ്ട് കെട്ടിയത്. പക്ഷെ നമ്മളങ്ങോട്ട് പോയില്ല കാണാൻ. ഈ ഫോർട്ടിൻ്റെ അവിടുന്ന് അങ്ങോട്ട് 18 അടി വീതിയിലും 9 അടി ആഴത്തിലുമാണ് ഈ കുഴി ഉണ്ടാക്കി വെള്ളം നിറച്ചിട്ടിരിക്കുന്നത്. ഇത് നോക്കി ഒരു തോക്ക് വെക്കാനുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്നില്ല, കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോയി നോക്കിയിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. നമ്മൾ മുന്നോട്ട് പോയി നോക്കി. അപ്പം അവിടെ തകർന്നിരിക്കുന്ന ഒരു പകുതി ബിൽഡിങ് കാണാൻ പറ്റും. കയറുമ്പം തന്നെ പേടിയാവും. പിന്നെ പെട്ടെന്ന് ഇനി അങ്ങോട്ട് പോകാൻ വഴി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതുവഴി പോയാൽ ഈ കോട്ട മൊത്തം കറങ്ങി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വഴികളുണ്ട്. പക്ഷെ പിന്നെ തിരിച്ച് പോരുന്നു. ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചിട്ട്, പിള്ളേരെയും കൊണ്ടൊക്കെ പോകാൻ പാടാന്ന് വെച്ചു. പിന്നെ നമ്മൾ തിരിച്ചവിടുന്ന് ഇനി അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം. अब पुराने ज़माने में पता नहीं कैसा होगा ये फोर्ट। पिक्चर भी नहीं है ना, उस टाइम को पैदा ही नहीं हुआ था। हमारे ग्रैंडफादर के ग्रेट ग्रैंडफादर के ग्रैंडफादर पैदा होंगे शायद। तो लंबा ഇനി ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടില്ലയോ? ഇനി ആൾക്കാർ ഓടുന്നുണ്ടല്ലയോ? ചെറിയ 10 കിലോമീറ്റർ ചുറ്റമായി, 5 കിലോമീറ്റർ ആണ്. അതിവിടെ നമ്പറിട്ട് വെച്ചിട്ടുണ്ട് 21st എന്ന്. അതുപോലെ 24 കോട്ടകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിനി അവിടം വരെ പോയിട്ട് തിരിച്ച് പോരുന്നു. വൈകുന്നേരം ആകാറായിരുന്നു. അപ്പം അത്രയും അങ്ങോട്ട് നടന്നു പോകാൻ പറ്റിയില്ല, മൊത്തം റൗണ്ടൊന്നും അടിച്ചില്ല. അപ്പോൾ നല്ലവണ്ണം വഴിയുള്ളതും വരെ പോയിട്ട് തിരിച്ചു പോരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാറിറങ്ങിയപ്പോഴത്തേക്ക് എന്തോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അങ്ങാണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ ട്രിപ്പ് വന്നേക്കുന്നു. അപ്പോൾ അവരിങ്ങോട്ട് വന്ന ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ നിൽക്കുന്നു. സ്കൂളിൽ നിന്ന് പിള്ളേരെ പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ജയിലിൽ പാർപ്പിച്ചിരുന്ന സമയത്ത് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അവിടെ കൂടെ കയറി നോക്കിയിട്ട് നമുക്ക് പോകാം. ആ ബസ്സിൻ്റെ ഡ്രൈവർമാരാണ് അവിടെ ഇരിക്കുന്നത്.
August 1945. Independent India, 15 August 1946. ये तेरा वजन का कर सकता हूँ तुम हाँ? अपने वजन का 10 किलो 15 किलो तुम मैं तो 24 है. तू 24 का मार रहा है उठा रहा हूँ. അങ്ങനെ നമ്മൾ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിൽ കയറി എക്സസൈസ് ഒക്കെ ചെയ്യുക. पापा ये वाला आसान है. अब पता चला कितना भारी है. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ അടുത്തോട്ടെത്തി. ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ റൂം. പിന്നെ അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദ്. പക്ഷെ എല്ലാം പൂട്ടിയിട്ടേക്കുമായിരുന്നു. നമുക്ക് കാണാൻ പറ്റുമോ? പുറത്ത് തുറക്കാൻ പറ്റുമെന്ന് അകത്ത് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. എന്തുവാന്നൊക്കെ വായിക്കാനൊന്നും പറ്റുന്നില്ല. പഴയ ബ്രിട്ടീഷുകാരുടെ ബിൽഡിങ് പോലെ തന്നെ. ഇത് ശ്രീ ആസഫ് അലി. അത് കഴിഞ്ഞിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റൂം. നമുക്കിനി അകത്തോട്ട് കയറി നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇത് ഫ്രാഗ്രൻസ് ദാറ്റ് സ്റ്റിൽ റിമൈൻസ് ലൈഫ് ഓഫ് നെഹ്റു. ഫ്രാഗ്രൻസ് ദാറ്റ് സ്റ്റിൽ റിമൈൻസ്. നമുക്ക് എന്ത് വായിക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ലൈഫ് ഓഫ് നെഹ്റു, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ ബുക്സിനകത്തുണ്ട്. അന്നത്തെ കാലത്തെ ന്യൂസ് പേപ്പർ കട്ടിങ്സും. ഫോർട്ടിൻ്റെ ഗൂഗിൾ മാപ്പ് ഇത്ര റൗണ്ടായിട്ട്. ഇതിൻ്റെ മോഡൽ സാൻഡ് മോഡൽ. ഇതാണ് നമ്മൾ കയറിയ ഫോർട്ടിൻ്റെ മോഡല്. അതിൻ്റെ ഒരു മെയിൻ ഗേറ്റിൽ കൂടെ കയറി 1-2 ഭാഗത്ത് വരെ നമ്മൾ പോയിട്ടുണ്ട്. ബാക്കി റൗണ്ട് അടിച്ചതൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ ഇരിക്കുന്നത്. അതിൻ്റെ ഈ ഫ്ലാഗ് ഇരിക്കുന്ന ഭാഗത്തായിരിക്കും നമ്മൾ പോയത്. ബാക്കി ഇത്രയും അങ്ങോട്ട് റൗണ്ടായിട്ട് കിടപ്പുണ്ട്. പിന്നെ റൂമിൽ ലൈറ്റ് ഇല്ലാത്ത കാരണം നമ്മുടെ മൊബൈലിൻ്റെ വെട്ടത്തിൻ്റെ ഫ്ലാഷിൻ്റെ റിഫ്ലക്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത്ര ക്ലിയർ അല്ല. ഈ ഹോവിറ്റ്സിയർ എന്ന് പറയുന്നത് ഒരു വെപ്പണാണ്. ക്യാനോണിൻ്റെ അത് ലോ ആംഗിളിൽ നിന്നും ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഗണ്ണാണ്. അതാണ് നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ 2 സൈഡിലും ആദ്യം കയറി വരുമ്പോൾ കാണുന്നത്. അന്നത്തെ കാലത്ത് ഒരുപാട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്നതായിരുന്നു അത്. കടന്നവരുടെ ലിസ്റ്റ് എന്ന് മുതൽ എന്ന് വരെ കടന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ മ്യൂസിയമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികളും കൂടെ വന്നതുകൊണ്ട് നമുക്കും കയറി കാണാൻ പറ്റി. അല്ലെങ്കിൽ അവിടെ അടയ്ക്കാൻ സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മളോട് കയറി കണ്ട് പെട്ടെന്നായാലും ജസ്റ്റ് കയറി ഒന്ന് കണ്ടിറങ്ങി. പിന്നെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും പാർക്കിൽ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മളും പോരുന്നു. സ്കൂൾ പിള്ളേരും തിരിച്ചു പോയി അവിടെ നിന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.